എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓക്കെ. ഇടിക്കുന്നത് ഈ ഓട്ടോയിൽ നിറയെ മുട്ടയായിരുന്നു. ഇടിക്കുന്നത് ഈ ഓട്ടോയിൽ നിറയെ മുട്ടയായിരുന്നു. ഇതെന്താണ് സംഗതി എന്ന് വെച്ചാൽ, ഇന്നലെയായിരുന്നു സംഭവിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ച കാര്യമാണ്. അതെന്ന് വെച്ചാൽ വൈറ്റിലേക്ക് സമീപം ബൈപ്പാസിനോട് ചേർന്നിട്ട് നടന്ന ഒരു ആക്സിഡൻ്റ് ആണെന്ന് വെച്ചാൽ, വണ്ടി ഇങ്ങനെ നല്ല അത്യാവശ്യം റോഡൊക്കെ ബൈപ്പാസിൻ്റെ ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം റോഡൊക്കെ തിരക്കുള്ള ആ ഒരു സമയമാണല്ലോ. അപ്പോൾ ഈ പറയുന്ന പെട്ടി ഓട്ടോ, പച്ച കളറിലുള്ള പെട്ടി ഓട്ടോ നിറയെ മുട്ടകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയായിരുന്നു. മുട്ട വണ്ടിയായിരുന്നു അതൊരു. അപ്പോഴത്തേക്ക് ഇന്നോവ കാറ് അമിത വേഗത്തിൽ വന്നിട്ട് ഈ പെട്ടിയാട്ടയെ ഇടിച്ച് തിരിക്കുകയായിരുന്നു ചെയ്തത്. കാരണം അത്രയ്ക്ക് ആഘാതത്തിലാണ് ആ വണ്ടിയുടെ ആ ഒരു ഇടിയെന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ വണ്ടിയിലിരുന്ന ആളിനാണെങ്കിൽ നല്ല പരിക്കേറ്റതായിട്ടാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നമ്മുടെ ഓട്ടോ ഡ്രൈവർക്ക് നല്ല പരിക്കേറ്റു, അതുപോലെ തന്നെ കാർ ഓടിച്ചിരുന്ന ആൾക്കും പരിക്കേറ്റു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്ത് തന്നെയാണെങ്കിലും ഈ മനുഷ്യൻ്റെ അമിത വേഗത്തിലുള്ള വാഹനം ഓടിപ്പുണ്ടല്ലോ, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പയ്യന്മാരൊക്കെ ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത് കാണാറുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ പേടിയാവും. അമ്മാതിരി ശരിക്കും കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഡ്രെന്ന് പറഞ്ഞൊരു പോക്ക് പോവും. അതുപോലെ തന്നെ കാറായാലും എല്ലാ വാഹനങ്ങളും അങ്ങനെയാണ്. കൂടുതലൊന്നും പറയണ്ടല്ലോ, 3 ടയർ മാത്രമുള്ള നമ്മുടെ ഓട്ടോ പോലും പോകുന്ന സ്പീഡ് കാണണം. അങ്ങനെ എന്തായാലും ആ റോഡിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഇന്നോവ കാറ് വന്നിട്ട് ഇതിനകത്ത് ഇടിച്ചു കയറി. വണ്ടിയാണെങ്കിൽ ചളിങ്ങി നാശകോശമായിട്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടില്ലേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെ വളരെ തെമ്മാടിത്തരമെന്നേ ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇവന്മാർക്കൊക്കെ എന്താ മെല്ലെ പോയാൽ വാഹനം, അല്ലെങ്കിൽ കയ്യിൽ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എയറോപ്ലെയിൻ ആണെന്നാണ് ഇവന്മാരുടെയൊക്കെ വിചാരമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇതുപോലെ ഓടിച്ച് തീർപ്പിച്ച് പോയിട്ട് ആരുടെയെങ്കിലുമൊക്കെ നെഞ്ചത്ത് കൊണ്ടുവന്ന് ഇടിച്ചങ്ങ് കയറ്റും. ആർക്കും ഒരു പ്രശ്നമില്ല. പിന്നൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൻ്റെ ഈ ഒരു രീതിയാണ് മാറേണ്ടത്. അതായത് നമ്മുടെ നിയമം, ഇതുപോലെയൊക്കെ വാഹനമൊക്കെ കൊണ്ടുവന്ന് ഇടിച്ച് എന്ത് വന്നാലും എന്തോന്നാണ് കുറച്ച് ഇൻഷുറൻസും ക്ലെയിമും ഒക്കെ കിട്ടും അവർക്ക്. എന്നല്ലാതെ ഇവന്മാരെ ഒരു സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് വാഹനം ഓടിച്ച് ആളിൻ്റെ നെഞ്ചത്ത് കൊണ്ട് കയറി അല്ലെങ്കിൽ നല്ല രീതിയിൽ അപകടമൊക്കെ വരുവാണെങ്കിൽ ഇവന്മാരെയൊക്കെ പിടിച്ചങ്ങ് ജയിലിലടയ്ക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അത് പേടിച്ചെങ്കിലും കുറച്ച് മനുഷ്യർ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കും. നോക്ക്, ആ റോഡ് മൊത്തവും മുട്ട പൊട്ടി ഒലിച്ചു പോയി. ആ വണ്ടി നിറച്ച് മുട്ടയുണ്ടായിരുന്നു, അത്രയും റോഡിൽ ചിതറിപ്പോയി. പിന്നീട് ഫയർഫോഴ്സും പോലീസുകാരൊക്കെ വന്നിട്ട് ഈ പാവപ്പെട്ട ഫയർഫോഴ്സുകാരന്മാരാണ് അത് റോഡ് മുഴുവനും കഴുകി വൃത്തിയാക്കിയെടുത്തത്. അവർക്ക് ഒരുപാട് സമയത്ത് മെനക്കേടുണ്ടായിരുന്നു. അങ്ങനെയാണ് ന്യൂസിൽ കണ്ടത്. ന്യൂസിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ എന്താണല്ലേ ഇവിടെ നടക്കുന്നത്? എന്തിനാണ് ഇത്രയധികം സ്പീഡിന് പോകുന്നത് വാഹനങ്ങൾ? ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ പഠിക്കാൻ പോയിട്ട് വരും, പ്രായമുള്ളവർ നടന്നു വരും. പ്രായമുള്ളവരെന്നൊന്നും പറയണ്ട, എല്ലാവരും ഇതെനിക്ക് തന്നെ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ഇറങ്ങണമെങ്കിൽ തന്നെ എത്ര സമയം നമ്മളിങ്ങനെ നിൽക്കണം. കാരണം 2 ഭാഗത്തു നിന്നും ചെറപറ എന്ന് പറഞ്ഞ് വണ്ടി വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴാണെങ്കിൽ സോപ്പോട്ടി കണക്കാണ് ഒരു വീട്ടിൽ വണ്ടി മേടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ. എല്ലാവർക്കും വാഹനമുണ്ട്, എല്ലാവരുടെ കയ്യിലും പണമുണ്ട്. ഇല്ലാത്തവൻ്റെ കയ്യിലൊന്നുമില്ല, ഉള്ളവൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. അതാണ് ഇന്നത്തെ ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ. പാവം തോന്നി സത്യം പറഞ്ഞ ഇത് കണ്ടപ്പോഴത്തേക്ക്. നേരെ മറിച്ച് ആ വാഹനം ഓടിച്ചിരുന്ന ആളിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, അയാൾ മരിച്ചു പോയിരുന്നെങ്കിൽ ആരോടുത്ത് സമാധാനം പറയുമായിരുന്നു? ആവശ്യത്തിന് സ്പീഡിന് പോയാൽ പോരെ. ചുറ്റുമുള്ളവരെ കൂടെ നമ്മൾ രാജാവാണെന്ന് ചിന്തിക്കുമ്പോൾ ചുറ്റുമുള്ളവരെ വെറും പ്രജകളായിട്ട് കാണരുത്, അവർ മനുഷ്യരായിട്ട് കാണണം. ഇത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും സഹിച്ചില്ല. കാരണം നോക്കൂ, ആ ഒരു മനുഷ്യനെ ശരിക്കും പറയുകയാണെങ്കിൽ ആ മുട്ടയൊക്കെ പൊട്ടിപ്പോയതിന് അവർക്ക് നഷ്ടപരിഹാരവും കാര്യങ്ങളൊക്കെ കിട്ടും, ആ വാഹനമൊക്കെ റെഡിയായി കിട്ടും, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും ആ മനുഷ്യൻ ആ ഒരു കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അനുഭവിക്കുന്ന വേദനയോ പൈസയൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, ആരെങ്കിലും കാലത്തൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ആ അനുഭവിക്കുന്ന വേദനയ്ക്ക് ആര് സമാധാനം പറയും?
ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. എഴുന്നേക്കാൻ പോലും പറ്റാതെ കയ്യോ കാലോ പൊട്ടലോ വല്ലതും ഉണ്ടെങ്കിൽ എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ മനുഷ്യന് ഒന്നും രണ്ടും എല്ലാം ചെയ്തൊരിടത്ത് കിടക്കുമ്പോൾ അതിന് എന്ത് നഷ്ടപരിഹാരം കൊടുക്കാനാണ്? എത്ര കൊടുത്താലാണ് മുതലാവുന്നത്? വാഹനങ്ങൾ ഓടിക്കുന്നവർ ഇനിയെങ്കിലും കുറച്ചൊന്ന് ശ്രദ്ധിച്ചൊക്കെ ഒന്ന് ഓടിക്കുക. അങ്ങനെ ഓടിച്ചെന്ന് പറഞ്ഞ് ഒരു കുറവും വരാനില്ല, നിങ്ങൾക്ക് ഒരു നാണക്കേടും വരാനില്ല. കണ്ടവൻ്റെ നെഞ്ചത്തും കണ്ടവൻ്റെ വാഹനത്തിലും ഇടിച്ചു കയറുന്ന ഈ ഒരു രീതി അങ്ങ് മാറ്റണം. അതിനൊക്കെ ഒരു മാറ്റം വരണം. അല്ല പിന്നെ